ഇസ്രായേൽ നിങ്ങൾക്കറിയാമോ 6 സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച അവരുടെ ആക്രമണം. 6 സ്ഥലങ്ങളിൽ. ഒന്ന് കറങ്ങി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഖത്തറിൽ, യമനിൽ ഹൂത്തികൾ, പിന്നെ ലെബനനിൽ ഹിസ്ബുള്ള. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഹിസ്ബുള്ള വിചാരിച്ചൂടാ, എൻ്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഞാൻ ലെബനീസ് പട്ടാളത്തിൽ ചേരാൻ പോവാണ് ചേട്ടാ, ഇനിയിപ്പോൾ എന്നെ തല്ലുന്നത് എന്താ? ഒരു സുഖം, ഒരു മനസുഖം. അല്ല, നിനക്കിട്ട് 2 ഇരിക്കട്ടെ, നിന്റെ മൂച്ച് മുഴുവൻ പോയിട്ടില്ല. ഞാൻ തുരത്തി അടിക്കും. ഇവിടെ അല്ല, നീ എവിടം വരെ ഇതിനകത്തുനിന്ന് നീ ഓടിയാലും അവിടം വരെ അടിക്കും. അതുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലെബനിൽ കയറി ഹിസ്ബുള്ളയെ തല്ലി. ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല, അടിയോടടിയാണ്. എന്താണ് ഇങ്ങനെ ജീവികള്? സിറിയയിൽ ഏതോ തീവ്രവാദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിറിയയിൽ കയറി അവരെ വെടിവെച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ടുണീഷ്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു ബോട്ടിൽ തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞാൽ ആ ബോട്ട് മിസൈലിട്ട് തകർത്ത് കളഞ്ഞു. കുറെ പേര് അതിലും മരിച്ചു. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ, ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. 6 സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. അപ്പൊ എന്ത് പറയുന്നു അവരുടെ ചങ്കൂറ്റത്തെ പറ്റി? ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് മുസ്ലിം രാഷ്ട്രങ്ങളുടെ വലിയൊരു സമ്മേളനം നടന്നു. അവർ ശക്തമായിട്ട് അപലപിച്ചു കേട്ടോ. വി കണ്ടം. അത് ഖത്തറിന്റെ സോവറിനിറ്റിയിലുള്ള കടന്നുകയറ്റമാണ്, ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തും. ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ടുകൂടി ഇരുന്നു. അമേരിക്കയുമായിട്ട് ചേർന്ന് നിലയ്ക്ക് നിർത്തും. ഏത് അമേരിക്കയുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ പോകുന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും അത് ചെയ്യാനുള്ള പാങ്ങില്ല കേട്ടോ. എടാ, ഞങ്ങളോട് 2 ആളോട് കളിക്കാൻ ആരുണ്ടാ? ഏതായാലും ഉച്ചകോടിയിൽ ഒച്ച വെച്ച് എല്ലാവരും ഉറങ്ങാൻ പോയി. അമേരിക്കയുമായിട്ട് ചേർന്ന് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കും. തെമ്മാടി കാണും. എടാ, നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിച്ചെന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇസ്രായേലിന് ഒരു കുലുക്കവുമില്ല. എത്ര കുളം കണ്ടതാടാ. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളെ ആക്രമിച്ച 5 പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സ്വീകരിച്ച് ഇവിടെ ഇരുത്തി കളഞ്ഞ എന്താ? അകത്ത് കയറ്റി കിടത്തായിരുന്നില്ലേ? അവര് മധ്യസ്ഥന്മാരാണെന്നൊക്കെ ഖത്തർ പറഞ്ഞു. അത് ഖത്തറിനെ അവർ കളിപ്പിച്ചതാണ്. അവര് മധ്യസ്ഥന്മാരൊന്നുമല്ല. ഒന്നും അറിയാൻ പാടാത്ത പോലെ. അവര് ഇതേ മുറിയിൽ ഇരുന്ന് 2023 ഒക്ടോബർ 7-ാം തീയതി ആഘോഷിച്ച ടീമാണിത്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, ബോംബ്, ഒലക്കര മൂട്. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, വേറൊരു രാജ്യത്ത് പോയിട്ട് രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നീയൊക്കെ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ഞങ്ങൾ പുകയിട്ട് നിന്നെ പുകച്ച് ചാടിച്ച് പുറത്ത് കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലും. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. ഒരു ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേക മുറിയിൽ ഒരു മിസൈലോ ഏത് കുന്തം തുളച്ചു കയറി ഇവര് ചത്തുപോയി. ഒരു ചെറിയ കൊട്ട. ഇപ്പൊ 5 പേര് ചത്തു എന്നൊക്കെ എല്ലാവരും ഒക്കെ പതുക്കെ സമ്മതിച്ച് തുടങ്ങിയിട്ടുണ്ട്. മീഡിയ 1 സമ്മതിച്ചോന്ന് എനിക്കറിയില്ല. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. ഏതായാലും മീഡിയ 1 ഇന്ന് വലിയ ആവേശത്തിലാണ്. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തും എന്നൊക്കെ പറഞ്ഞു. ഈ പുഴടി നിർത്തുവോ? ഇതിനിടയ്ക്ക് പാരലി യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രമേയം പാസ്സായി. ഏതായാലും അത് നന്നായി, ഇത് ഞാൻ ഏറ്റെടുത്തു. ആ പ്രമേയത്തിൽ പറയുന്നത് നമുക്ക് 2 നേഷൻ തിയറി ആവാം. അതായത് പലസ്തീൻ എന്ന ഒരു രാജ്യം സ്ഥാപിക്കുക, ഇസ്രായേൽ വേറെ. പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. ഹമാസ് കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങണം. എന്നിട്ട് ഹമാസ് വീട്ടിൽ പോകണം. വെച്ചാൽ ഹമാസ് പിരിച്ചുവിടണമെന്ന് സാരം. ഇത് ഹമാസിന് പോയിട്ട് കേരളത്തിലെ മീഡിയ 1 പോലും സമ്മതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. കേരളത്തിലെ മുസ്ലിം നേതാക്കൾ, അവർക്കാണല്ലോ ഇതിനകത്ത് വലിയ വേവലാതി, പ്രത്യേകിച്ചും സമസ്ത പോലെയുള്ള ആൾക്കാർ. അവര് ഇപ്പൊ തന്നെ കലഹമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രമേയത്തെ അനുകൂലിക്കാത്ത ആളുകളെ മുഴുവൻ ഒറ്റപ്പെടുത്തണം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. പൊതുവാൾജി ഏറ്റിട്ടാ. ഇപ്പൊ ധർമ്മസങ്കടം എന്താണെന്നറിയാമോ? ഈ പ്രമേയത്തെ, യുണൈറ്റഡ് നേഷൻസിലെ ഈ പ്രമേയത്തെ എതിർത്ത 10 രാജ്യങ്ങളിൽ, ഒന്ന് ഇസ്രായേൽ, ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വേറൊരെണ്ണം അർജന്റീന. അർജന്റീന ഇസ്രായേലിന്റെ നിലപാടിനെ പിന്തുണച്ചു. അർജന്റീനയിൽ നിന്നാണ് നമ്മളുടെ പാന്ത് കളിക്കുന്ന കക്ഷിയുണ്ടല്ലോ, ലയണൽ മെസ്സി. അയാൾ വരാൻ പോകുന്നത് അർജന്റീനയിൽ നിന്നാണ്. ഇപ്പൊ അയാളെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞു. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട.
തലക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അപ്പോൾ എന്ത് ചെയ്യും? മെസ്സി വരണോ വേണ്ടയോ? മെസ്സിയാണോ വലുത്, പാലസ്തീനാണോ വലുത്? ഇതിനകത്ത് ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുന്ന ഇപ്പോൾ കേരള മുസ്ലിങ്ങളാണ്. ഞാൻ ഇവരോട് പണ്ടേ പറഞ്ഞതാണ്, നിങ്ങളുടെ അമ്മാച്ചനൊന്നും പാലസ്തീനിലില്ല. നിങ്ങൾ എന്തിനാണ് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണ എന്തിനാ? കേരളം എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടെന്ന് പോലും ഹമാസിനും അറിഞ്ഞുകൂടാ, ഹിസ്ബുള്ളയ്ക്കും അറിഞ്ഞുകൂടാ. കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഹമാസിൽ വെട്ടുപഴിച്ച് പോയി കഴിഞ്ഞാൽ ആദ്യം അവനെ വെടിവെച്ചു കൊല്ലും. ഇവനാരടാ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം നിങ്ങളെ വെടിവെച്ചു കൊല്ലും. ആരാ അവിടെ? ഗുഡ് മോർണിംഗ്. താനാരാ? ഞാന് ശങ്കരേട്ടൻ. നിങ്ങൾ എന്തിനീ പാലസ്തീനെടുത്ത് തലവയ്ക്കുന്നു?